ഹേ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണല്ലേ, എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിൻ്റെ 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുക എന്നും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ജൂണിലാണ് 3rd സ്റ്റേജ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കാര്യമാണ്, അയ്യോ ഇനി എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളൂ, ഞാൻ ഇനി പഠിച്ചാലും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഡൗട്ട് മനസ്സിൽ വന്നിരിക്കുന്നവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി നന്നായിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ പ്രിലിംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും സിലബസ് പ്രിൻ്റ് എടുത്തിട്ടില്ലാത്തവരെന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പോയി സിലബസ് എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്തെടുക്കുക. സിലബസ് ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് അറിയാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ എടുത്തിരിക്കുന്ന പോലെ സിമ്പിളായിട്ട് എടുത്താൽ മതി, നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമേ അതിലുള്ളൂ. അപ്പോൾ ആദ്യം കോപ്പി എടുത്ത് വയ്ക്കുക, വച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ഒന്ന് നോക്കുക. അപ്പോൾ ഹിസ്റ്ററിക്ക് ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, അങ്ങനെ എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, PSC എത്ര മാർക്കിന് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനും മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഹിസ്റ്ററി എന്നെടുക്കും. ഹിസ്റ്ററി എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ഹിസ്റ്ററി പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഹിസ്റ്ററി എടുക്കുന്നു. ആദ്യം പോയിട്ട് കേരള ഹിസ്റ്ററി നോക്കുന്നു, അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി നോക്കുന്നു, അറൈവൽ ഓഫ് യൂറോപ്യൻസ് തൊട്ട് തുടങ്ങുന്നു. അങ്ങനെ അങ്ങ് പഠിച്ച് അതങ്ങ് പഠിക്കും. അങ്ങനെ പഠിച്ച് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരുപാട് സമയം ഒരുപാട് സമയം എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററിക്ക് നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, 10 മാർക്കിനാണുള്ളത്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വരുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ സമയം പോകും. അതുപോലെ തന്നെയാണ് ജോഗ്രഫിക്ക് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ എന്താണ്, മാർക്ക് കുറവാണ്, 5 മാർക്കേ ഉള്ളൂ. അതേസമയം നമ്മൾ ഈ താഴോട്ട് വന്നിട്ട് ഈ മെമ്മ നോക്കുകയാണെങ്കിൽ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കുകയാണെങ്കിൽ എന്താണ്, നല്ല സ്കോറിങ് ടോപ്പിക്സാണ്. ഒരു 50 മാർക്ക് തന്നെ എന്തിനുണ്ട്, മാത്സും ഇംഗ്ലീഷും മലയാളവും പഠിച്ചാലുണ്ട്. അതേസമയം അതിൻ്റെ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്രയാണ് പഠിക്കാനുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും നമുക്ക് ഷുവറായിട്ട് കിട്ടുന്ന മാർക്കാണെന്ന് പറയുന്നത് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഭാഗങ്ങളിൽ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് എടുക്കുകയെങ്കിൽ തന്നെ നമുക്ക് 20 മാർക്കിനാണ് മാത്സ്. അപ്പം 20 മാർക്കിന് തന്നെ ടോപ്പിക്സ് ഓരോന്നിട്ട് എടുക്കുക. അതിൽ നമുക്ക് കുറേ ടോപ്പിക്സൊക്കെ എന്താണ്, നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം വെച്ചാൽ ഓഡ് വൺ ഔട്ടും, അല്ലെങ്കിൽ സീരീസും, ക്ലറിക്കൽ എബിലിറ്റിയും, ബോർഡ് മാസും ഒക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അല്ലാണ്ട് ഈ അറിഞ്ഞൂടാത്ത ടോപ്പിക്സ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോകുക. ഒരു ദിവസം ഒരു ടോപ്പിക്കായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഒരു കാര്യം, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, ഇനി ചെന്നിട്ട് ഒരു പുതിയ ബാച്ചിൽ ചെന്ന് ജോയിൻ ചെയ്യില്ല. നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിട്ടിട്ട് വേറൊരിടത്തോട്ട് പോകരുത്. ഉള്ളത് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അത് തന്നെ ഫോളോ ചെയ്ത് ആ നോട്ട്സ് വെച്ച് പഠിക്കുക. പിന്നീട് നമുക്കുള്ളത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ 2 സെക്ഷനായിട്ടുണ്ട്. വൊക്കാബുലറി ഉണ്ട്, ഗ്രാമർ പാർട്ടും ഉണ്ട്. അപ്പം ഇതും എന്ത് ചെയ്യുക, ഓരോ പാർട്ടായിട്ട് പഠിച്ചങ്ങ് പോവുക. പിന്നെ വൊക്കാബുലറിയുടെ കാര്യം വരുമ്പോൾ, ഇനി വൊക്കാബുലറി ചെന്ന് പഠിക്കാൻ നിൽക്കരുത്. പകരം എന്ത് ചെയ്യുക, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, PYQs ഉണ്ട്, അതെന്ത് ചെയ്യുക, പോയി പഠിക്കുക. അതാണ് നല്ലത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നതേ ഉള്ളൂ. അതുപോലെ മലയാളത്തിൽ അങ്ങനെയാണ്. ഓരോ ടോപ്പിക്സായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുക, പര്യായം, അങ്ങനെയുള്ള ഒറ്റപ്പദം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കുക. ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീടുള്ള ചെറിയ ടോപ്പിക്സാണ് ഈ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ. എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും എന്താണ്, 5 മാർക്ക് ചെയ്താണുള്ളത്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ അതിനെ പഠിക്കാനുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോപ്പിക്സാണത്. കാര്യം എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് തന്നെയാണ് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ എന്തുണ്ട്, കുറച്ച് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ടോപ്പിക്സ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയും, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസും, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഈ ലിസ്റ്റും അമെൻമെൻറ്റ്സും ഒക്കെ എന്ന് പറയുന്നത് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് മാർക്ക്, ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ എക്കണോമിക്സ് തന്നെ, അതിലും കുറച്ച് ടോപ്പിക്സാണ്. പിന്നെ കുറച്ച് പാടല്ലെങ്കിൽ ഒരുപാടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഉള്ളത്.
ഓരോ ബാങ്ക്സൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളത്. അല്ലാണ്ട് നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ടാക്സും അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചറാണ്. ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഏരിയാസ് നോക്കിയാൽ മതി. പിന്നെ ജ്ഞാനപീഠം അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് ചോദിക്കുന്നതാണ്. പിന്നെ കഥാകാരന്മാർ അല്ലെങ്കിൽ തൂലികാനാമങ്ങൾ ഇത് നോക്കുന്നതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ കേരള ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയാണ് പ്രാധാന്യം കൊടുക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. 1857 വിപ്ലവവും പിന്നെ മഹാത്മാഗാന്ധിയുടെ സമരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. പിന്നെ കമ്പ്യൂട്ടറും ജോഗ്രഫിയും ഇതിന് രണ്ടിനും സെയിം മാർക്കാണല്ലോ. പക്ഷേ നമ്മൾ രണ്ടിൻ്റെയും സിലബസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് എന്താണ് കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. അതേസമയം ജോഗ്രഫിക്കാണെങ്കിലോ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്. അപ്പോൾ ജോഗ്രഫിക്ക് വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതിന്. വേൾഡ് ജോഗ്രഫിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് നെയ്യാ പഠിച്ചു പോകും. പിന്നെ കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് എന്താണ് ടോപ്പിക്സ് കുറവാണ്. പിന്നെ ഫ്രീക്വൻ്റ്ലി നമുക്ക് ചോദിക്കുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും സൈബർ ക്രൈംസും IT ആക്റ്റൊക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. പിന്നീടുള്ളത് സിവിക്സിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ബ്യൂറോക്രസിയും സിവിൽ സർവീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വാട്ടർ ഷെഡും പഞ്ചായത്ത് രാജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പം ഈ ടോപ്പിക്സ് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഇനി ഇത്രയും ടോപ്പിക്സ് ഉണ്ട്, ഇതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരുണ്ടാവും. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിലുള്ള ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. ഈ ഹോട്ട് ടോപ്പിക്സാണ് പഠിക്കേണ്ടത്. പക്ഷേ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുവാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും നമുക്കൊന്നും കളയാനില്ല. എല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എല്ലാം നോക്കേണ്ടി വരും. പിന്നെ കറണ്ട് അഫെയർസ് എന്ത് ചെയ്യുക, നോക്കി പോവുക. കറണ്ട് അഫെയർസ് ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ലെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെയിലി കറണ്ട് അഫെയർസ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എക്കണോമിക്സ് ആണെങ്കിൽ നാഷണൽ ഇൻകവും നീതി ആയോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ജോഗ്രഫിയിൽ എന്താണ് വേൾഡ് ജോഗ്രഫിയാണ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും ചോദിക്കാറുണ്ട്. ഇനി ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് സമയം ബാക്കിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ പഠിക്കുക. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ചില ടോപ്പിക്സിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം പഠിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അതിൽ നിന്ന് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പിന്നെ പ്രിലിംസിന് മാത്രമാണുള്ളത്, മെയിൻസിനൊന്നും ഇതൊന്നും ഇല്ല. അപ്പം അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയുള്ള ഇസ്രോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കറണ്ട് അഫെയർസ് സയൻസ് ആൻഡ് ടെക്നോളജിയായിട്ട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫെയർസ് നോക്കണം. അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ ചെയ്യേണ്ടത് PYQs ആണ്. PYQs എന്നും ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ PYQs എന്താണ്, വൊക്കാബ്സ് വീഡിയോയിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇടാറുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്യയിൽ ഇടാറുണ്ട്. പിന്നെ MPHSൽ ഇടാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊക്കെ ഇടാറുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിലുള്ള എന്ത് ചെയ്യുക, നോക്കി PYQs ചെയ്യുക. പിന്നീട് എന്താണ്, ഈ 50 മാർക്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അത് മസ്റ്റായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. അത് വിട്ടിട്ടുള്ള ഒരു കളിക്ക് നിൽക്കരുത്. അപ്പോൾ 50% മാർക്കും എന്ത് ചെയ്യാണ്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ 50 മാർക്കും എന്ത് ചെയ്യുക, കിട്ടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 45 മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ട് ഓഫിൽ കിടക്കാൻ കുറച്ച് മാർക്കൊക്കെ മതിയാവും. ഇനി കട്ട് ഓഫിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഇടയ്ക്കൊക്കെ നടത്തിയ എക്സാംസിനൊക്കെ കട്ട് ഓഫ് കുറവാണ്. അപ്പോൾ മുൻപത്തെ കമ്പനി ബോർഡൊക്കെ എടുക്കുകയാണെങ്കിലും കട്ട് ഓഫ് കുറവാണ്. പക്ഷേ അടുത്തിന് എങ്ങനെയാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ചിലപ്പോൾ കട്ട് ഓഫ് കൂടാം, വാക്കൻസി കുറവാണെങ്കിൽ കട്ട് ഓഫ് കൂടാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സേഫ് മാർക്ക് എടുക്കുന്നതാണ് നല്ലത്. ഒരു 60+ മാർക്ക് നമുക്ക് സേഫ് ആണെന്ന് പറയാം. അപ്പോൾ ഇനി 60+ മാർക്കൊന്ന് കൂടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കറണ്ട് സിനാരിയോ എടുക്കുകയാണെങ്കിൽ ഒരു 60+ ആണ് ഫിലിംസിന് ഏറ്റവും സേഫ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു എനിക്ക്. ഏകദേശം 60+ മാർക്സ് തന്നെയാണ് മിക്കവാറും വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ മാർക്കൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു സേഫ് പ്ലേസിലാണെന്ന് പറയാം. ഇനി ടൈം വേസ്റ്റ് ചെയ്ത് കളയരുത്. കാര്യം പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. പഠിക്കുന്ന സമയത്ത് പഠിക്കുക, ആ ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക എപ്പോഴും ചെയ്യണം. മാത്സും ഇംഗ്ലീഷും മലയാളവും പഠിക്കുമ്പോൾ ഒരു 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ
15-20 മാർക്ക് കിട്ടിയാൽ മതി. പിന്നെ എന്താണ്, അല്ലെങ്കിൽ 10-15 മാർക്ക് കിട്ടിയാൽ മതി നമ്മൾ സേഫ് സോണിലോട്ട് പോകാൻ. അപ്പോൾ ഒരു മെമ്മി തന്നെ ഒരു 10-45 മാർക്കൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നീട് എന്താണ് കുറച്ച് മാർക്ക് മതിയാവും പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, അതെല്ലാം എന്ത് ചെയ്യണം, പഠിച്ചെടുക്കുക. പിന്നീട് ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വൊക്കാബ് സ്പീഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിലിംസ്. താങ്ക് യു ഫോർ വാച്ചിങ്.